ഫുക്രിയിലേക്ക് സ്വാഗതം. ISL ഒക്ടോബറിൽ തുടങ്ങുകയാണ്. ആ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുമോ? ഈ ആശങ്ക ആരാധകർക്കെല്ലാം ഉണ്ട്. ഫുട്ബോൾ ലോകത്തും ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ISLൽ ഉണ്ടാകുമോ? കേരള ബ്ലാസ്റ്റേഴ്സ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഉടമകളായ മാഗ്നം സ്പോർട്സ്. 150 കോടി രൂപയാണ് ഇതിൻ്റെ വിലയായി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിലയായി മാഗ്നം സ്പോർട്സ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആരും 150 കോടി രൂപ കൊടുത്ത് ഇത് വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിലെ കാലിക്കറ്റ് FC ഉടമ, സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്ന ലീഗിൽ, കേരളത്തിൽ മാത്രമുള്ള ലീഗിൽ കാലിക്കറ്റ് FC എന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൻ്റെ ഉടമ VK മാത്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ 150 കോടി രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞതായാണ് റിപ്പോർട്ട്. 60 മുതൽ 80 കോടി രൂപ വരെ നൽകാൻ മാത്രമേ VK മാത്യൂസ് തയ്യാറാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആരുമായും ഈ ക്ലബ്ബ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ ധാരണയിൽ ആരുമായിട്ട് എത്തിയിട്ടില്ല. അതിപ്പോഴും ചർച്ചകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ ക്ലബ്ബ് ആരെങ്കിലും വാങ്ങുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യതയും ഇപ്പോഴില്ല. നിലവിലെ സാഹചര്യത്തിൽ VK മാത്യൂസ് അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത് വില കൂടുതൽ ആണ് പറയുന്നത്. മറ്റൊന്ന്, ഇനി 1-2 മാസം മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ പുതിയൊരു ടീമിനെ രൂപപ്പെടുത്തിയെടുത്ത്, കാരണം ഏതാണ്ട് എല്ലാ താരങ്ങളുടെയും കരാർ അവസാനിപ്പിച്ച് അവരെല്ലാം വിട്ടുപോയി കഴിഞ്ഞു കളിയിൽ. പിന്നെ ക്ലബിൽ നിന്ന്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നിന്ന് അഡ്രിയാൻ ലൂണ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു ടീമിനെ ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും നടക്കില്ല എന്നൊരു ധാരണയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ISLൽ കളിക്കാൻ കഴിയില്ല എന്നൊരു ധാരണയിലാണ് VK മാത്യൂസ് ഉൾപ്പെടെയുള്ളവർ മാറി നിൽക്കുന്നത്. കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഒരു ധാരണ. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം 30 കോടി രൂപയാണ് നഷ്ടം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് മലയാള മനോരമ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് പൂട്ടാൻ പോകുന്നു എന്ന രീതിയിലുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത് 30 കോടി രൂപയാണ് ഇതിനെ വാങ്ങിയിരിക്കുന്നതല്ല, 30 കോടി രൂപയാണ് നഷ്ടം കഴിഞ്ഞ വർഷം മാത്രം. അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം, തുടക്കം മുതൽ സാമ്പത്തിക ലാഭത്തിൽ അല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം കുമിഞ്ഞു കൂടിയത് കഴിഞ്ഞ സീസണിലാണ്. ഇങ്ങനെയാണ് മലയാള മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ്റെ വാണിജ്യ പങ്കാളിയായിരുന്ന ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് FSDL ISL നടത്തിപ്പിൽ നിന്ന് ഒഴിവായതോടെയാണ് ഇത്രയൊക്കെ നഷ്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്കുണ്ടായത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ബ്രോഡ്കാസ്റ്റ് പരസ്യ വരുമാനങ്ങളിലൂടെ മാത്രം 30 കോടി രൂപയോളം ലഭിച്ചിരുന്നു. അത് ഇത്തവണ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ട് നടത്തിയതോടുകൂടി ഇതൊന്നും ഇല്ലാതെ, അതോടുകൂടി 30 കോടി രൂപ, ചുരുങ്ങിയത് 30 കോടി രൂപയുടെ നഷ്ടമാണ് ISLന് പറ്റിയത്. ISLനല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്, ISLൽ പങ്കെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റിയത്. മുൻപ് ISL സംപ്രേഷണ തുക 270 കോടി രൂപ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അത് വെറും 8 മുതൽ 9 കോടി രൂപ മാത്രമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 150 കോടി രൂപ വേണം ഇത് വിൽക്കണമെങ്കിൽ എന്ന് മാഗ്നം സ്പോർട്സ് പറയുന്നു. പക്ഷേ അത് വാങ്ങാൻ വരുന്നവർ 60 തൊട്ട് 80 കോടി രൂപ വരെ, VK മാത്യൂസ് ഒക്കെ പറയുന്നത് 60 തൊട്ട് 80 കോടി രൂപ വരെ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകില്ലേ? സംശയമാണ്. കാരണം പുതിയ ഉടമകൾ ആരും ഇത് വാങ്ങിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ISLൽ ഉണ്ടാകില്ല. അപ്പോൾ മഞ്ഞപ്പടയില്ലാതെ ISL നടക്കേണ്ടി വരും. ഇത് ഈ ടൂർണമെൻറ്റിൻ്റെ ISL ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. അങ്ങനെ സംഭവിച്ചാൽ അത് നിർഭാഗ്യകരവുമായിരിക്കും. എന്തായാലും ISL ഇല്ലാത്ത ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഡ്രിയാൻ ലൂണ ഒഴികെ വേറെ ആരും ഇപ്പോൾ ഈ ക്ലബ്ബുമായി കരാറിലില്ല. ബാക്കി എല്ലാവരെയും കരാറൊക്കെ അവസാനിപ്പിച്ച് മലയാളി താരങ്ങളടക്കം മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടി പോയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും? കഴിഞ്ഞ വർഷം മാത്രം 30 കോടി രൂപയാണ് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടം. അതിന് കാരണം അതിൻ്റെ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് IFSDL മാറിയതോടുകൂടിയാണ്. ബ്രോഡ്കാസ്റ്റും പരസ്യ വരുമാനങ്ങളും ഒന്നുമില്ലാതെയും അതോടുകൂടി 30 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. അപ്പോൾ ഈ നഷ്ടമടക്കം നികത്തി 150 കോടിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നുള്ളൂ എന്നാണ് മാഗ്നം സ്പോർട്സ് പറയുന്നത്.
പക്ഷേ കാലിക്കറ്റ് എഫ് സിയുടെ ഉടമയായ വി കെ മാത്യൂസിന് ഇത് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇത്രയും പൈസ കൊടുക്കാനില്ല എന്നാണ് നിലപാട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ISL നടക്കും ഈ വർഷം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആരെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയില്ലെങ്കിൽ ഇത്തവണത്തെ ISLൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ ISL നടക്കും. അതിനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. അതല്ലെങ്കിൽ ഇതാരെങ്കിലും ഉടൻ തന്നെ ഈ ക്ലബ്ബ് വാങ്ങണം. അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി വരാൻ പോകുന്ന ISLൽ ഉണ്ടാകില്ല.